language, body language. Depth in points. Depth in points. We പറയുന്ന പോയിന്റുകളുടെ ഡെപ്ത്. Stage handling and confidence. ഇങ്ങനെ 5 കാറ്റഗറിയിലായിരിക്കും പോയിന്റുകൾ നൽകേണ്ടത്. മാക്സിമം പോയിന്റ് ഒരാൾക്ക് നൽകേണ്ടത് 10 പോയിന്റാണ്. First of all, I would like to invite presentation ആണ്. ആദ്യം പ്രസന്റേഷന് വേണ്ടി ആദ്യം ബ്രിട്ടീഷ് കൾച്ചറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പോസിറ്റീവ്സ് കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കാൻ ആയി ഞാൻ ശ്രീമന്തനാവട്ടത്തിനെ ശ്രമിച്ചോളൂ. Good evening, everyone. Today, we are gathered here today to talk about the importance of growing up in an English culture. First of all, I would like to thank the committee for choosing this topic as essential to spread awareness about this. Thank you. As Indians, we tend to see the drawbacks of English culture. However, we should understand that English culture is all about helping the homeless, having basic manners like turning up to a program on time, and being polite and respectful. Today, I would like to focus on one point: mental health. As a teenager growing up in England, I would like you to understand the importance of mental health. English parents are more accepting of this and would be willing to support them through their difficult times. They will talk to the child instead of being ignorant and avoiding the conversation, which makes it worse. As well as this, mental health is a large stigma in the Indian culture. They are afraid of what the community will think, so it's forbidden and avoided, which actually makes it worse. Comparing your child's mental and wanting them to be better are all the reasons why your child has stress, pressure, which leads to issues like depression and anxiety. To conclude, I would like to emphasize the importance of mental health and making sure our children's well-being is taken care of. Thank you. മെന്റൽ ഹെൽത്തിനെ പറ്റിയാണ് എംഫസൈസ് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ശ്രീനന്ദനയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രസന്റേഷൻ നിങ്ങൾ എല്ലാവരും കണ്ടു. അതിനെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വിലയിരുത്തുക. ഇതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾ ഈ ഒരു അവസരത്തില് നമ്മളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന നല്ലൊരു വേദിയാണത്. കുട്ടികളോ മുതിർന്നവരോ ആയിട്ടുള്ള ആളുകൾ എത്രയും നിശബ്ദത നിങ്ങൾക്ക് പാലിക്കാതോ അത്രയും നിശബ്ദതയോടെ ഇരിക്കുക എന്ന് ഞാൻ വിനീതമായി വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അടുത്തത് ഇന്ത്യൻ സംസ്കാരത്തെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കാൻ പ്രസന്റേഷന് വേണ്ടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജയദേവ് പ്രദീപ്. ജയദേവ് സ്വാമി. Good evening, everyone. So, ഇന്നത്തെ ടോപ്പിക് പറഞ്ഞാൽ diversity and community strength. എന്തുകൊണ്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിന് കുറച്ചുകൂടി ബെറ്റർ ബോണ്ട് ആൻഡ് കണക്ഷൻ കമ്മ്യൂണിറ്റി ആയിട്ടുണ്ട്. കാരണം നാട്ടിലെ മെജോറിറ്റി ഫാമിലീസ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ്, പാരൻസ്, ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഫാമിലി. പക്ഷെ നമ്മൾ യുകെയിലേക്ക് വരുമ്പോൾ നമ്മുടെ റിലേഷൻസ് വീണ്ടും കിട്ടുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വർഷക്കാലത്ത് അവർ കാണുന്ന ഒരു ഗ്രൂപ്പല്ല, ഒരു ഫാമിലി. അതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഒരു ട്രസ്റ്റും ബോണ്ടും ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ അടുത്തുള്ള റിലേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഫ്രണ്ട്സാണ്. നമ്മളെല്ലാവരും പല പല റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ് വന്നവരാണ്. പക്ഷെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ, വിഷു, ഈദ് എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്നത്.
because we all see each other as one big family. ഇന്ന് നമ്മൾ കേരള പിറവി ആഘോഷമാണ് ഇപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പല പല റിലീജിയൻസും ഉണ്ട്, അവിടുത്തെ ട്രഡീഷൻസും കൾച്ചേഴ്സും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഓണത്തിരുവാളി കളിക്കാറുണ്ട്, ക്രിസ്മസ് മാർഗളി, ഈദിനൊക്കെ. നമ്മൾ പോലെ നമ്മൾ ഈ കൾച്ചേഴ്സ് ഓട്ടോമാറ്റിക് ഫോളോ ചെയ്യും because we are willing to accept it. Also നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മൾ ആദ്യം ചോദിക്കാൻ പോലെ നമ്മുടെ ആൾക്കാരുടെ ഒരു കമ്മ്യൂണിറ്റി മലയാളിയാണ്, and every Malayali will be willing to help. കാരണം അത് നമ്മുടെ ഇന്ത്യൻ കൾച്ചേഴ്സ് നമ്മൾ പഠിച്ചിരുന്നത് because that is the strength of Indian culture. Thank you. ഇന്ത്യൻ കൾച്ചറിനെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിച്ച ജയദേവന് അഭിനന്ദനങ്ങൾ. അതോടൊപ്പം നിങ്ങൾ ജയദേവന്റെ പെർഫോമൻസ് എല്ലാവരും കണ്ടു, വീണ്ടും നിങ്ങൾ അത് വിലയിരുത്തുക. അടുത്തതായി ബ്രിട്ടീഷ് കൾച്ചറിനെ ബൂസ്റ്റപ്പ് ചെയ്ത് സംസാരിക്കാനായി ഞാൻ വിളിക്കുന്നു അന്ന സാജൻ. I'm here to talk about independence. I think that children who are brought up in the English culture are a lot more independent and more open-minded. Like, we're more understanding and accepting of others, no matter what they look like, their appearance or whatever. Like, a man wearing makeup, in the Indian culture is really frowned upon, but people brought up in the English culture are so much more accepting of it. It doesn't matter who we are, we know for sure that we won't be judged, and we understand why people come out as homosexual, which is frowned upon greatly in Indian culture. Also, from a young age, these children have been exposed to the real world, so they learn and have important life skills. This means that they're a lot more confident when moving away from home for work or for university. Indian children are brought up in a restricted household, and not giving them enough freedom has many negatives. Like, when they go away to uni or something that they experience all this newfound freedom, they may misuse this because they don't know what to do or how to use their time. And they may end up getting into worse situations. Whereas children who are brought up in an English culture will have already experienced a glass of wine at the dinner table, which is beneficial for them later in adulthood. Furthermore, Indian children are brought up in big communities, which is good. Having a place where you feel like you belong is a great thing. However, there are a few drawbacks to this because people thinking of wanting to be better than others and bringing them down to look better in society. An example of this is during GCSEs, when you compare your kids to other people's kids, and because of this, their confidence goes down, and this really takes a toll on their self-esteem. The prime nature of the Indian culture has a huge impact on growing up. They may want to know everything about you, and this adds a lot of unnecessary pressure for the children. On top of the stress from their studies. So to conclude, I believe that although there are a lot of positives in the Indian culture, there's a lot more that we could learn to improve the way we live. Thank you. Well done, Anna Sajan. ഇന്ത്യൻ കൾച്ചറിലും ബ്രിട്ടീഷ് കൾച്ചറിനെയും ബ്യൂട്ടിഫുൾ ആയിട്ട് കമ്പയർ ചെയ്തു. അതോടൊപ്പം ഇൻഡിപെൻഡൻസിനെ പറ്റിയും ഫ്രീഡത്തിനെ പറ്റിയും കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് അന്ന സാജനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീണ്ടും അന്ന സാജന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ജഡ്ജസ് വിലയിരുത്തുക. നെക്സ്റ്റ് ഇന്ത്യൻ കൾച്ചറിനെ പറ്റി സംസാരിക്കാനായി ഞാൻ ക്ഷണിക്കുന്നു ശ്രീലക്ഷ്മി. നമസ്കാരം. ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യൻ കൾച്ചറിൽ വളർന്ന UK-യിൽ വളർന്നു വരുന്ന കുട്ടികൾ ബെറ്റർ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉള്ള ഒരു നല്ല ഇൻഡിവിജ്വലായി ഭാവിയിൽ മാറും എന്ന ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാനുണ്ട്. അതിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ് ടോപ്പിക് ഫാമിലി വാല്യൂസ് ആണ്. അന്ന് ഇവിടെ പറഞ്ഞു ബ്രിട്ടീഷ് കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഇൻഡിപെൻഡൻസ് ഉണ്ടാവുന്നു. എന്നാൽ ഇന്ത്യൻ കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ഉറപ്പായി ഉണ്ടാവുന്ന ഒരു വളരെ വലിയൊരു ക്വാളിറ്റിയാണ് ഫാമിലിയോടൊരു കമ്മിറ്റ്മെൻറ്റ്. അവരെപ്പോഴും ചെറുപ്പം തൊട്ടേ കണ്ടു വരുന്ന ഒരു വലിയൊരു ക്വാളിറ്റിയാണ് അവരുടെ പേരൻസ്, അവരുടെ ഗ്രാൻഡ് പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നത്. അവർ ചെറുപ്പം തൊട്ടേ അവരുടെ അച്ഛനായാലും അമ്മയായാലും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അതിന് കിട്ടുന്ന ഇൻകം അവരുടെ ഗ്രാൻഡ് പേരൻസിനാണ് കൊടുക്കുന്നത്. അത് കണ്ടു വളർന്നു വരുന്ന കുഞ്ഞു കുട്ടികൾ, ഈവൻ UK വളരുന്ന കുഞ്ഞു കുട്ടികൾ പോലും അത് തന്നെ വീണ്ടും അവരുടെ ലൈഫിലും അവർ റിപ്പീറ്റ് ചെയ്യാൻ നോക്കും. അത് നമ്മളെ അതിൽ നിന്നുണ്ടായി വരുന്നത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അത്
നമ്മളെ ഫ്യൂച്ചറിൽ എല്ലാ കാര്യത്തിലും കുടുംബത്തിൽ നിന്നുണ്ടായ വരുന്ന ക്വാളിറ്റീസ് ആണ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ സൊസൈറ്റിനെ നമ്മൾ സഹായിക്കുന്നത്, അല്ലെങ്കിൽ ഫുൾ നേഷനെയും ലോകത്തിനെയും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുന്നത് നമ്മൾ കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ക്വാളിറ്റിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു കമ്മിറ്റ്മെൻറ്റ് ടു ഫാമിലി, അതിൽ നിന്നുണ്ടായി വരുന്ന സെൽഫ്ലെസ് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ്, സ്വന്തം കാര്യം നോക്കാതെ തൊട്ടടുത്തിരിക്കുന്ന ആളെ സഹായിക്കാൻ നോക്കുക, അല്ലെങ്കിൽ സഹായം ചോദിച്ചു വരുന്ന ആൾക്ക് ഒരു മടിയും കൂടാതെ സഹായം ഉണ്ടാക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാകുക, അതൊക്കെ ഒരു ഇന്ത്യൻ കൾച്ചർ വളർന്നു വരുന്ന ഒരു കുട്ടിക്ക് ഒരു കുഴപ്പവും കൂടാതെ എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ നമ്മുടെ ഡ്യൂട്ടി ആയിരിക്കും എപ്പോഴും നമ്മുടെ പേരൻസിനെ അല്ലെങ്കിൽ ഫാമിലിനെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത്. അതിന് വളരെ ഒരു വലിയ എക്സാമ്പിളാണ് നമ്മുടെ ഈ മാസ്. എല്ലാ പ്രോഗ്രാമിലും ഒരു കുഴപ്പവും കൂടാതെ എന്ത് ചെയ്യാൻ പറഞ്ഞാലും നമ്മൾ ചെയ്യും. കാരണം നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കാനുള്ളത് നമ്മുടെ കടമയായിട്ടാണ് നമ്മൾ കാണുന്നത്. അതിൽ വളരെ എക്സാമ്പിളാണ് എനിക്ക് ഞങ്ങളുടെ കോർഡിനേഷൻ. ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ ഞങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരും സന്തോഷിപ്പിക്കുക, അതാണ് ഞങ്ങളുടെ എയിം. സോ അത് ഇംഗ്ലീഷ് കൾച്ചർ വളർന്നു വന്നൊരു കുട്ടിക്ക് അതൊരിക്കലും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവരെപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, അവരെപ്പോഴും അവരുടെ ലൈഫിൽ അവരുടെ ഒരു കംഫർട്ട് സോൺ ആയിരിക്കും അവരെപ്പോഴും നോക്കാൻ ശ്രമിക്കുന്നത്. അത്രയേ ഉള്ളൂ. താങ്ക് യു. താങ്ക് യു ശ്രീലക്ഷ്മി. ഫാമിലി വാല്യൂസിനെ പറ്റി കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞ ശ്രീലക്ഷ്മി ഇന്ത്യൻ കൾച്ചറിന്റെ മേന്മകളെ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഇനി അടുത്തതായി ഇംഗ്ലീഷ് കൾച്ചറിനെ പറ്റി പറയാനായി ഞാൻ ഹന്ന സെബാസ്റ്റ്യനെ ക്ഷണിച്ചുകൊള്ളുന്നു. Good evening, everyone. So today I would like to raise a few more points explaining why the English culture is better for children to grow up in. Children who grow up in an Indian culture have a strong community surrounding them, and this definitely has some positives. However, there are some negatives. So if I ask anyone here if they've used Fair and Lovely to brighten their skin tone, even if you won't answer me, I know for a fact that at least 75% of you will say yes. The Indian culture has certain beauty standards like colorism, where you ideally want to have a fair complexion. This is not something we should be passing on to our children as they grow up, because they will discriminate towards each other based on their skin tone. Now, this isn't something we would see in children who grow up in an English culture. They are equal towards everyone and they are satisfied with the skin tone that they're born with. As a person of colour, growing up in England, I believe we should never judge someone on the basis of their skin colour. As well as this, people refrain from their child marrying a darker skinned person. Now, this leads me on to another whole topic of freedom. To choose who you want to get married to, or even deciding on what clothes you want to wear. Knowing the person you'll spend the rest of your life with seems much more appealing to me than marrying someone you've met once or twice. In British culture, religion, race, and social status are not deciding factors for who you get married to, but their personality and how well you get on with them. This open-minded nature of the British culture is what makes it a better option for children to grow up in. Now, the fact that even for your personal decisions, like who you spend the rest of your life with, you don't need just your parents' approval, but the distant family and the whole community itself will have an opinion. Now, as I say this, I must admit I am genuinely scared that the audience will think negatively of me for voicing the facts. And this leads me on to my third and final point, what the community will think of us. This is such a huge part of our lives, and children who are brought up in an English culture won't be scared to voice their opinions and fight for what is right. And to conclude, I would like to say I understand why our parents are sentimental about Indian culture. However, we should be able to merge in with the English culture, because this is where our future is. Thank you. വളരെ മനോഹരമായി തന്നെ
ഇംഗ്ലീഷ് കൾച്ചറിലുള്ള മേന്മകളും അതോടൊപ്പം ഇന്ത്യൻ കൾച്ചർ ഇവിടെ ഫോളോ ചെയ്യുന്നതിനുള്ള ന്യൂനതകളും വളരെ എക്സെപ്ഷണൽ ആയിട്ട് തന്നെ ഹന സെബാസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി വെൽഡൻ ഹന. അടുത്തത് നമ്മൾക്ക് ഇന്ത്യൻ കൾച്ചറിനെ പറ്റി സംസാരിക്കാൻ അൻവിക ഇനി ഞാൻ ക്ഷണിച്ചോളുന്നു. അൻവിക ബിജു, പ്ലീസ് കം ഓൺ ടു ദി സ്റ്റേജ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ സോഷ്യൽ ഇൻട്രാക്ഷനാണ്. സോഷ്യൽ ഇൻട്രാക്ഷൻ മലയാളത്തിൽ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ സാമൂഹിക സമ്പർക്കം ആണ് ഒന്ന്. അത് കുഴപ്പമില്ല. എൻ്റെ മീനിങ്ങിൽ അത് വേറൊരാളെ മറ്റൊരാളുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും. അത് ആണ് എൻ്റെ മെയിൻ പോയിന്റ്. ഇന്ത്യൻ കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം തോന്നും. കാരണം അവർ എക്സ്പ്രസ് ചെയ്യാൻ എക്സ്പ്രസ് ചെയ്യാനൊരു ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിനകത്താണ് എനിക്ക് വേറെ കാര്യം പറയാനുള്ളത്. ഞങ്ങൾ ഇന്ന് ഹോളിനകത്ത് വന്നു സെറ്റപ്പ് ചെയ്യാൻ. അന്ന് സെറ്റപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പ് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ പറയുന്ന കാര്യം, ഞാൻ ഇന്ന് കയറി വന്നപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ കൂടി സെറ്റപ്പ് ചെയ്യാൻ ചെയർ, ടേബിൾ, ഉല്ലാസങ്ങളിലൂടെ മൈക്രോഫോൺ, മൈക്ക് സെറ്റും കൂടെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ കയറി. അതെന്തുകൊണ്ടാണ്? എൻ്റെ അമ്മയും അപ്പായും പഠിപ്പിച്ചേക്കുന്ന രീതി. ഒരു വീട്ടിലോട്ട് ചെല്ലുവാണെങ്കിൽ അത് നമ്മൾ അവരുടെ ഗസ്റ്റാണ്, അത് നമ്മൾ അവരെ ഇൻട്രാക്ട് ചെയ്യുന്ന രീതിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മളൊരു ഇംഗ്ലീഷ് പിള്ളേരെ ഇങ്ങോട്ടൊന്ന്, ഇംഗ്ലീഷ് അല്ലെ വൈറ്റ് വാഷ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ കുട്ടീനെ വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ഈ പാർട്ടിനകത്ത് അവർ കയറി വന്ന് ഒന്നെങ്കിൽ ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവരുടെ മൊബൈലിനകത്തായിരിക്കും കൂടുതൽ സമയം. അത് ഞാൻ ചുമ്മാ പറയുന്നത്, അത് ഞാൻ കൊണ്ടുകൊണ്ട് അത് പറയുന്നത്. എനിക്ക് പല പല എക്സ്പീരിയൻസും ആയിട്ടുണ്ട്. എന്നെ പല പല ആശയം എനിക്ക് കാണിച്ചും തന്നിട്ടുണ്ട്. നോക്ക്, ആ കുട്ടി അങ്ങനെ ഇരിക്കുവാണ്, നീ അങ്ങനെ ആയിപ്പോയത്. അങ്ങനെ പറയാറില്ല, പക്ഷെ മനസ്സിലാകാമെന്നുള്ളതെന്ന് എനിക്കറിയാം. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് തന്നെ തന്നെ. എനിക്ക് 16 വയസ്സായോട്ടോ. 16 വയസ്സായിട്ടുള്ള കുട്ടി എന്തിനാണ് ഇത്ര വലിയൊരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ഇത്രയും വർഷങ്ങളുള്ള അറിയാമെന്നുള്ള അങ്കിളാണ് ജോമൻ. ആ വർഷങ്ങളുടെ ഇടയ്ക്ക് ഞാൻ എൻ്റെ characteristics എന്ന് വെച്ചാൽ how well I can manage things or my confidence in some things, അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഇതൊട്ട് വലിയൊരു പ്രോഗ്രാം ഞങ്ങളെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. ഈ ഇവിടെയുള്ള ഫാൻസി ബസ്, ഈ വരാൻ പോകുന്ന DJ, അതിലെല്ലാം മ്യൂസിക്കൊക്കെ ചെയ്ത് ഞങ്ങളാണ്. ഈ ഡിബേറ്റിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞങ്ങളെ വളർന്നു വന്നാക്കുന്ന രീതി ഇന്ത്യൻ ആയിട്ടാണ്. എന്നെ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന അപ്പായും അമ്മയും ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. അത് പല പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാറുണ്ട്. അത് ഒരു ഇന്ത്യൻ കൾച്ചറായിട്ടുള്ള വളർന്ന ഒരു കുട്ടിക്ക് അത് കിട്ടത്തില്ല. എന്നെ പോലെ വേറൊരാളും ഇല്ല. കാരണം ഞാൻ തന്നെയാണ്. അല്ലേ ഞാൻ പറയാൻ വന്ന്, ഇതുപോലെ സ്ട്രോങ് റൂട്ടായിട്ടുള്ള കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് വളർന്നു വരുന്ന കുട്ടികൾ, സ്ട്രോങ് റൂട്ടായിട്ടുള്ള വന്നേക്കുന്ന ഈ കമ്മ്യൂണിറ്റീൻ്റെ അകത്ത് വളർന്നു വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത്. താങ്ക് യു. താങ്ക് യു അൻവിക. ഇന്ത്യൻ കൾച്ചറിൻ്റെ മേന്മയെ പറ്റി വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ അൻവിക പ്രസന്റ് ചെയ്തു. അടുത്തത് ഞാൻ ക്ഷണിക്കുന്നു ഇംഗ്ലീഷ് കൾച്ചറിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ കൃപാൽ പ്രദീപിനെ.
Namaskaram. Today I'm representing the English culture and my topic is gender equality. In Britain, it is believed that both genders are equal, but in past India, men are more dominant than women. This is because men are recognised as the driving force of the house. But in the UK, both men and women have high value. English culture has much equality in genders, and the British have equal opportunities for men and women. For example, job opportunity is equal for men and women, whatever job it is. British culture also gives complete freedom to boys and girls, and also women and men don't own a woman to do so, such as commanding your wife to prepare food. Thank you. ഇവിടെ നമ്മളെല്ലാം കേട്ടു. കൃപാല സ്ട്രെസ് ചെയ്ത് പറഞ്ഞ പോയിന്റ് ജെൻഡർ ഡിഫറൻസ് ആണ്. ഇംഗ്ലീഷ് കൾച്ചറിൽ ജെൻഡറിന് ഇക്വാലിറ്റി കൊടുക്കുന്നു എന്ന് പറയുന്നു. വേറാസ് മെൻ ആസ് ഡോമിനന്റ് ഇൻ ഇന്ത്യൻ കൾച്ചർ എന്നാണ് കൃപാൽ ഇവിടെ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അടുത്തതായി ഇന്ത്യൻ കൾച്ചറിൽ നിന്ന് ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കാം. അതിനായി ഞാൻ ക്ഷണിക്കുന്നു ശിവാനി ദിലീപ്. അപ്പൊ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ചാണ്. അല്ല മോറൽ വാല്യൂസിനെ കുറിച്ചാണ്. അപ്പം ഇന്ത്യൻ കൾച്ചറിൽ India is rich with culture and heritage. It's deep-rooted with epics and Vedas. According to university level, at the international university, Vedas is considered as one of the mandatory subjects. അപ്പോൾ നമ്മൾ ഈ ഇന്ത്യൻ കൾച്ചർ പറയുമ്പോൾ നമ്മൾ എപ്പോഴും കാണുന്നത് വേറെ ആൾക്കാർ വെൽക്കം ചെയ്ത് നമ്മളെപ്പോഴും നമസ്തേ എന്ന് പറയും. ആർക്കെങ്കിലും നമസ്തേന്റെ അർത്ഥം അറിയാമോ? ശരിക്കും നമസ്തേന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ look, I'm respecting the inner soul in you. Inner soul in you. അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഞാൻ എപ്പോഴും വേറെ ആൾക്കാരെ കാണുമ്പോൾ ഒരിക്കലും എന്നെക്കാട്ടി ഇളയതാവട്ടെ എന്നെക്കാട്ടി മൂത്തതാവട്ടെ ഞാൻ ഒരിക്കലും അവരെ മൈൻഡ് ചെയ്യാതെ നടന്നു പോകാറില്ല. ഞാൻ പക്ഷെ ഇവിടുത്തെ UK കുട്ടികളിൽ നിന്ന് കുറേ കാണാറുള്ളതാണ്. എൻ്റെ സൈഡിൽ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്തപ്പോൾ പോലും എൻ്റെ സൈഡിൽ നിന്ന് ടീച്ചർ വരുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറയും. എൻ്റെ ഫ്രണ്ടിൽ നടന്നു പോകുന്ന കൊച്ചുങ്ങൾ മൈൻഡ് ചെയ്യാതെ ചെയ്തിട്ട് പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇന്ത്യൻ, എനിക്കുള്ള ഒരു കൾച്ചർ ഡിഫറൻസും എനിക്ക് കിട്ടിയ ഒരു റെസ്പെക്ട്, ഞാൻ പഠിച്ച റെസ്പെക്ട്, ഞാൻ എൻ്റെ ആൻസിസ്റ്റേഴ്സിൽ നിന്നും എൻ്റെ സൊസൈറ്റിയിൽ നിന്നും എൻ്റെ പാരൻസിൽ നിന്നും പഠിച്ചിരുന്ന റെസ്പെക്ട് ഞാൻ ഒരിക്കലും വേറെ ആൾക്കാരിൽ നിന്ന് കണ്ടിട്ടില്ല. വേറെ ആൾക്കാരിൽ നിന്ന് UK കുട്ടികളിൽ നിന്ന് കണ്ടിട്ടില്ല. അത് പിന്നെ നമ്മൾ ഈ പണ്ട് തൊട്ട് കേൾക്കാറുള്ളതാണ് മാതാപിതാ ഗുരുദേവം. മാതാപിതാ ഗുരുദേവം എന്ന് പറയുന്നത് അമ്മൻ, അച്ഛൻ. അമ്മ, അച്ഛ, ഗുരു, ടീച്ചർ ആൻഡ് ഗോഡ്. അതിന് ആദ്യം നമ്മൾ പഠിക്കുന്ന അമ്മേനെ നമ്മൾ റെസ്പെക്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുമില്ല. അതെ, അച്ഛൻ. അത് അച്ഛൻ നമ്മളെ എപ്പോഴും നമ്മൾക്ക് നമ്മളെ പുറത്ത് നമ്മുടെ സറൗണ്ടിങ്, നമ്മുടെ ബൗണ്ടറീസിൽ നമ്മളെ ലോകം കാണിച്ചു തരും, നമ്മളെപ്പോഴും ഗൈഡ് ചെയ്യും. എപ്പോഴും അച്ഛൻ ഉണ്ടാകും നമ്മുടെ പുറകിൽ. പിന്നെ ടീച്ചറാണ് നമുക്ക് ഈ ലോകത്ത് നമ്മളെ പുതിയ കാര്യം പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ചോദിക്കാൻ പറ്റിയ ഒരാൾ ടീച്ചറാണ്. നമ്മുടെ പാരൻസ് നമ്മുടെ ടീച്ചറാണ്. പിന്നെ ദൈവം എല്ലാവരും പറയുന്നുണ്ട് ദൈവം എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ട്. പിന്നെ റെസ്പെക്റ്റിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ അതിഥി ദേവോ ഭവ. അതിഥി ദേവോ ഭവന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ we need to treat our guests as equal to our God. Okay? അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് എനിക്ക് കഴിക്കാൻ ഫുഡ് ഇല്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ഗസ്റ്റിനാണ് ഫുഡ് കൊടുക്കുന്നത്. ഫസ്റ്റ് ദ ഗസ്റ്റ് ഇസ് അവർ ഫസ്റ്റ് പ്രയോറിറ്റി. അത് റെസ്പെക്ട് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നെ ആരും പഠിപ്പിച്ചു തന്നിട്ടല്ല, ഞാൻ കണ്ടുപഠിച്ചതാണ്. അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. അങ്ങനെയാണ് എല്ലാ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസിലുള്ള കൊച്ചുങ്ങൾ പഠിച്ചതും വളർന്നതും. താങ്ക് യു. താങ്ക് യു ശിവാനി. ഇന്ത്യൻ കൾച്ചറിന്റെ പോസിറ്റീവ്സ് ശിവാനി വളരെ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രസന്റ് ചെയ്തു. സ്പെഷ്യലി റെസ്പെക്ട്. ഇന്ത്യൻ കൾച്ചറിൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരുടെ പേരൻസിനോട് അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയുടെ സൊസൈറ്റിയിലുള്ള ആളുകളോട് മോർ റെസ്പെക്ട് ഉണ്ടായിരിക്കും എന്നാണ് ശിവാനി കൺക്ലൂഡ് ചെയ്ത് പറയുന്നത്. ലെറ്റ്സ് സീ ഹൗ
Leah Logesh is going to give a reply to this one. Leah Logesh, please come on to the stage. Hello. Good evening. I would like to start by saying how education in the UK is quite different in senses to Indian culture schools. So, for example, in my school, there is a lot of focus into our future. There is a lot of drive into our future. Because today's world, there is a lot of damage that has been done to our world that we, as the teenage adults standing today, have to conclude and therefore try to find a solution to these today's problems, e.g. pollution, diversity problems, equality that has been said. These things lead to, once again, today's matters. And our school focuses on driving our kids, those kids with all races, to focus on our future. No matter what diversity. There is differences in race, there is differences in what we are, and we have differences in what we inherit from our parents. All our parents have come from different bloodlines, and each one is linked to each other. We are all family, we are all connected. Once again, we all learn from each other. From our parents, we take what wisdom they've gained in their years and until their deaths. From that, we use it and apply it to our future. This ongoing cycle is our benefit. In our school, we focus on charity work. This is important. If we bring ourselves together as a quality all around, this will sooner or later solve and then forward ourselves into a better future. Now, education is mainly surrounded by the topic of work, income, social work. Right, and I bet all you parents consider the fact that you want your children to have the best social, standard and economic life and stability for their lives. That is what all Indian parents put their lives and their work and their backbones. They will break every bone for their children just to make sure that they have the best, most successful life ever. English parents, but they understand that there is a need of independence in the world. There is a need for us to take our own step into each world by ourselves. And with each step we all learn by ourselves what we need to become as part of our world. Socially and economically, no matter, our world doesn't thrive with money. Society thrives with money. However, does the environment thrive with money? No. We are the top of the animal kingdom. But we're not using our wits for the smartest, are we? Because we're the ones killing it. With education now, we focus on our future and helping ourselves for the future. Indian parents, okay, to the audience, how many of you are doctors and engineers or like work with computers? Okay, I'll estimate. Maybe 60, 70%. Now consider the whole Indian community. And now compare that to the rest of the world. As we develop in our world today, socially, economically, and environmentally, there's going to be various different jobs with various different needs. So, today we have many zoologists, archaeologists to study the past. Also, by learning from the past, we learn from the future. Next, with all these other jobs, these other scientists who develop medicine, with all these jobs of those who adventure out into the world and learn about it all, they take home that knowledge from our planet to develop our society. Now, if we learn from that, how many various jobs are there that can help our community today? How many various jobs are there to help us environmentally and economically as well? This is what England, UK, focuses on. We drive ourselves into pride of raising awareness. Our schools educate us thoroughly into raising awareness about scientific problems around the world. Politics, like Black Lives Matter. This is a huge that has taken worldwide, and especially all over the world. This is not about only UK, this is not only about India,
it is also about how let's come together as a community to expand ourselves as a culture and socially and economically and environmentally. Thank you. താങ്ക് യു ലിയ. ലിയയും വളരെ മനോഹരമായി ബ്രിട്ടീഷ് കൾച്ചറിന്റെ മേന്മകൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ലിയ പേരൻസിന്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ചിൽഡ്രൻസ് ഡെവലപ്മെന്റ്, അവര് എങ്ങനെ വളരണം എന്ന ചട്ടക്കൂടിലാണ് ഇന്ത്യൻ പേരൻസ് വളർത്തുന്നത് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് പേരൻസ് അവർക്ക് ഫ്രീഡം നൽകുന്നു എന്ന് വളരെ വ്യക്തമായി സ്ഥാപിച്ച് കൊടുക്കാൻ ലിയയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെൽ ഡൺ ലിയ. അതോടൊപ്പം തന്നെ ഇനി നോട്ട് ദ last one but not least, I would like to welcome Maren Sebastian to come onto the stage to say something about Indian culture. Good evening, everyone. So we've already discussed many values of Indian culture, and I am here today to talk about how these values will help us to become more disciplined and well-managed. So one of the most important aspects of Indian culture is their parenting skills. From a very young age, we are taught the importance of discipline. And if a child is caught behaving badly, unlike English culture, a very stern manner is used to discipline them. And if we are punished for doing something wrong, we understand that it is for our own good, and we learn from our mistakes, and we grow up to become more and more responsible. And because of this, children growing up in Indian culture visibly have higher academic achievements and often outperform the other students. A 2011 study conducted by University College London showed that the children of Indian culture perform 3 times better than the other students and have a higher rate of academic success. Now, the reason behind this is not just simply because we are smarter, but because of the culture we are growing up in and how we are raised. Our parents give lots of importance to our future as they want us to grow up to become successful and stable in life. Because of the lack of parenting and discipline given to the children of English culture, they are more likely to fall into bad social practices. In fact, teenage alcoholism is so common in English culture. English culture is buying your first kind of alcohol on your 18th birthday and getting drunk every day through the first week of university. These bad habits are so normalized in English society that in our college, in Richard Hewish College, we even have a smoking spot where students can go and smoking. I am sat in class and I look out the window and I see the smoking spot full of students, full of 16 and 17-year-olds smoking. And I wonder, if discipline and strictness were to be embedded into these children's lives, they would not be doing such things. Therefore, I believe that children growing up in Indian culture come with good values and discipline, and this helps us to make the right choices in life and ultimately become role models to those around us.